ആരോഗ്യത്തോടെ ഇരിക്കാം. മികച്ച പരിചരണം ഞങ്ങളുടെ ഉറപ്പ്. ഷൊർണൂർ മെഡിക്കൽ ട്രസ്റ്റ്, ഷൊർണൂർ. പാലക്കാട് നഗരസഭ ഹെഡ് ഗേവർ വിഷയത്തിൽ പ്രതികരിച്ച് മന്ത്രി എം.വി. രാജേഷ്. സ്വാതന്ത്ര്യ സമരത്തിൽ പങ്കെടുക്കാത്ത ആളാണ് ഹെഡ് ഗേവർ. RSS മേധാവിയുടെ പേര് ഇടുന്നത് ഉചിതമല്ല. ഹെഡ് ഗേവർ പറഞ്ഞത് ബ്രിട്ടീഷുകാർക്കെതിരെ പോരാടാൻ പാടില്ലെന്നാണ്. RSSന് വേണ്ടി പ്രവർത്തിക്കാനാണ് പറഞ്ഞതെന്നും അദ്ദേഹം പറഞ്ഞു. അങ്ങനെ ഒരാളുടെ സ്മാരകം നിർമ്മിച്ചാൽ അതിനൊരു ഔചിത്യമുണ്ട്. ഇപ്പോൾ ഇത്തരത്തിൽ RSSന്റെ മേധാവിയായിരുന്നു എന്നത് അതിൻ്റെ പേരിൽ ഒരു സർക്കാർ പദ്ധതിയിൽ സ്മാരകം നിർമ്മിക്കുന്നത് ഉചിതമായിട്ടുള്ള കാര്യമല്ല. സ്വാതന്ത്ര്യ സമരത്തിൻ്റെ ഭാഗമായ ഒരു ഘട്ടമുണ്ട്, പിന്നീട് ഒത്തുതീർപ്പുണ്ടാക്കി പിന്മാറിയൊരു ഘട്ടമുണ്ട്. ഇപ്പോൾ ഹെഡ് ഗേവറും അനുയായികളും തമ്മിലുള്ള സംഭാഷണം വളരെ ദുരിതമായിട്ടാണ്. ഞാനിപ്പോൾ ഇതൊന്നും പറയാൻ ഉദ്ദേശിച്ചല്ല, നിങ്ങൾ ജോലി തീർക്കുന്നുണ്ട് പറയുന്നതല്ലോ. അതിൽ ഹെഡ് ഗേവർ പറയുന്നത് സംഘത്തിൻ്റെ ഊർജം സ്വാതന്ത്ര്യ സമരത്തിന് വേണ്ടി വിനിയോഗിച്ച് പാഴാക്കരുത്. ആ ഊർജം കരുതി വയ്ക്കേണ്ടത് ഹിന്ദു രാഷ്ട്രം കെട്ടിപ്പടുക്കാനാണ്, സ്വാതന്ത്ര്യ സമരത്തിനല്ല വിനിയോഗിക്കേണ്ടത് എന്ന് അദ്ദേഹം ഉപദേശിച്ചിട്ടുണ്ട്. ഇതും രേഖയിലുള്ളതല്ലേ, എല്ലാം പുസ്തകത്തിലുള്ളതല്ലേ. സ്വാതന്ത്ര്യ സമരത്തോട് പൊതുവിൽ സ്വീകരിച്ച സമീപനം അതായിരുന്നു. ഒരു ഘട്ടം വരെ ഇവരെല്ലാം സ്വാതന്ത്ര്യം, അതുകൊണ്ടാണല്ലോ സവർക്കർ ജയിലിൽ പോയത്. സവർക്കർ ജയിലിൽ പോയത് സ്വാതന്ത്ര്യ സമരത്തിൽ പങ്കെടുത്തിട്ടാണ്. പക്ഷെ ജയിലിലെത്തിയപ്പോൾ അദ്ദേഹം സ്വാതന്ത്ര്യ സമരത്തിൽ പങ്കെടുക്കുന്നതിൻ്റെ പേരിൽ മാപ്പപേക്ഷിച്ചു എന്ന് പറയുമ്പോൾ അവർ വളരെ പ്രകോപിതരാകും. ലഹരി ഉപയോഗം എവിടെയും പാടില്ല. വിവരം ലഭിച്ചാൽ എല്ലാ സ്ഥലത്തും പരിശോധന നടത്തും. നിരവധി റെയ്ഡുകളിൽ ലഹരി പിടികൂടിയിട്ടുണ്ട്. സിനിമാ സെറ്റിലും പരിശോധന ഊർജിതമാക്കുമെന്നും അദ്ദേഹം പറഞ്ഞു. ഇവിടെ ലഹരി എന്നേ നമ്മൾ കാണുന്നുള്ളൂ. അതെവിടെ എന്നുള്ളത് സർക്കാരിൻ്റെ മുമ്പിലുള്ള പ്രശ്നമല്ല. എവിടെയാണെങ്കിലും ലഹരി ഉപയോഗം നമുക്ക് അംഗീകരിക്കാനേ പറ്റുന്ന കാര്യമല്ല. അതിന് ഏതെങ്കിലും ഒരു പ്രത്യേക സ്ഥലത്തിന് പ്രത്യേക പരിഗണന പവിത്രതയൊന്നുമില്ല. അപ്പോൾ ലഹരി സംബന്ധിച്ച് വിവരം കിട്ടിയാൽ എവിടെയാണെങ്കിലും പരിശോധനകൾ. ഡോട്ട് വ്യൂ ന്യൂസ്. കാഴ്ചകളാണ് ലോകം. കണ്ടു തുടങ്ങുക.